ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദ് കിടക്കാൻ പോയതിന് ശേഷം രാധികയും വരുണും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് രാധിക ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വരുണ് പറയുന്നുണ്ട്, കിഷോറിൻ്റെ പാര ശരിക്കേറ്റെന്ന് എനിക്ക് മനസ്സിലായി. സംശയത്തിൻ്റെ ഓരോ കണികകളും ഗോവിന്ദേട്ടൻ്റെ തലച്ചോറിനകത്തേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ പോക്ക് കണ്ടില്ലേ? ഗീതു ചതിച്ചു എന്ന ആത്മവിലാപല്ലേ ആ വരുന്നത്. ഗീതുവിനോടൊന്നും തുറന്ന് ചോദിക്കാൻ പോലും കഴിയാതെ ആ സംശയം ഇനി വളരും. പക്ഷെ അതേസമയമൊക്കെ രാധിക എന്തോ ആലോചിച്ചിട്ടുള്ളൊരു ടെൻഷനിലാണുള്ളത്. മാത്രമല്ല രാധിക പറയുന്നുണ്ട്, എനിക്ക് കാര്യത്തിൽ ചെറിയൊരു ടെൻഷനുണ്ട്. എന്തിന്? ഈ കെണിയിൽ ഗോവിന്ദേട്ടൻ വീഴുമെന്ന് അമ്മയ്ക്കായിരുന്നില്ല ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ്. ഇപ്പം എന്താ ഒരു ചാഞ്ചാട്ടം? അപ്പം രാധിക ചോദിക്കുന്നുണ്ട്, മദ്യലഹരിയിലായിരുന്നെങ്കിലും അവൻ വിളിച്ചു പറഞ്ഞ ഡയലോഗുകൾ നീ ശ്രദ്ധിച്ചോ? അത് ജൂലിയസ് സീസറിലെ ഡയലോഗല്ലേ? കൂടെ ഉണ്ടായിരുന്നവരുടെ വിശ്വാസവഞ്ചനയിൽ കുത്തേറ്റ് വീണവനെ കുറിച്ചല്ലേ അവൻ പറഞ്ഞത്. അപ്പം വരുണ് പറയുന്നുണ്ട്, അത് ഗീതുവിനെ കുറിച്ചല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചത് അവളെ വഞ്ചകിയായി ഗോവിന്ദേട്ടൻ കണ്ടു കഴിഞ്ഞു. പക്ഷെ അതൊന്നും രാധികയെ തൃപ്തിപ്പെടുത്തുന്നുണ്ടായിരുന്നില്ല. രാധിക പറയുന്നുണ്ട്, സ്വന്തമെന്ന് കൂടെ കരുതിയവരുടെ വിശ്വാസവഞ്ചനയെക്കുറിച്ച് അവൻ എടുത്തു പറയണമെങ്കിൽ നമ്മളെയാണോ കരുതുന്നത് എന്നുകൂടെ മനസ്സിലാക്കണം. ഗീതു ചതിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം ഗോവിന്ദേട്ടൻ മനസ്സിലാക്കി കഴിഞ്ഞു. വരുൺ വീണ്ടും പറയാണ്, വഞ്ചകി മുന്നിലുള്ളപ്പോൾ ഒരിക്കലും സംശയത്തിൻ്റെ നിഴല് നമ്മളിലേക്ക് നീണ്ടുവരില്ല. അപ്പോഴും രാധിക പറയുന്നത്, അങ്ങനെ ഗോവിന്ദിനൊരു സംശയമുണ്ടായാൽ അതെങ്ങനെ തടയാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വീണ്ടും വരുൺ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്, അമ്മ അത്രക്കൊന്നും കടന്ന് ചിന്തിക്കണ്ട. ഏട്ടൻ്റെ മനസ്സിൽ കൂടെ നിന്ന് ചതിച്ചത് ഗീതുവാ. അതങ്ങ് ഉറപ്പിക്കാം. അവളെ അടക്കാനുള്ള ശവപ്പെട്ടിയിൽ നാളെ അവസാനത്തെ ആണി കൂടി നമ്മൾ അടിക്കും. സംശയത്തോടു കൂടി തന്നെയാണ് രാധിക പറയുന്നത് പോലെ അതത്ര എളുപ്പമല്ല വരുൺ. ഗീതുവിനോടുള്ള അവൻ്റെ പ്രതികരണം എന്താണെന്നറിയാതെ നമ്മൾ ഒരു നീക്കവും നടത്താൻ പാടില്ല. ഇക്കാര്യത്തിൽ അമ്മ ഇനി പുറകോട്ട് പോവരുത്. ഗീതുവിൻ്റെ കാര്യത്തിലൊരു തീരുമാനമുണ്ടാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ആ രഞ്ജുവിനെയും ഒതുക്കണം. അല്ലെങ്കിൽ ഗീതുവിനെ ഒതുക്കുന്നത് രഞ്ജുവിനെ ഏട്ടനിലേക്കുള്ള പരവതാനി വിരിക്കുന്നത് പോലെയാവും. രണ്ടിനെയും ഒരുമിച്ച് തീർക്കാൻ പറ്റിയ അത്രയും നല്ലത്. പക്ഷേ രാധികയുടെ മനസ്സാകെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. ഗോവിന്ദ് ബോധമില്ലാതെ കിടക്കുകയാണ്. ഗീതു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, കണ്ണേട്ടൻ്റെ ഫോണിൽ നിന്ന് രഞ്ജുവിൻ്റെ ബയോഡാറ്റ എങ്ങനെ എടുക്കും? എന്നിട്ട് ഗോവിന്ദിനെ ഏന്തി നോക്കുകയാണ്. നല്ല ഉറക്ക. എന്നിട്ട് ഗീതു പോക്കറ്റിലുള്ള ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദിനെ സ്പർശിച്ചതും ഗോവിന്ദ് പെട്ടെന്ന് ഗീതുവിൻ്റെ കയ്യിലേക്ക് കടന്നു പിടിക്കുകയാണ്. ഹേയ് രസ്റ്റിമോണാ. അപ്പോഴേക്കും ഗീതു പേടിക്കുകയാണ്. അയ്യോ, നമുക്ക് അവനെ കൊല്ലണം, ആ യാഗോയെ. ഗോവിന്ദ് ഇങ്ങനെ കള്ളിൻ്റെ ആ ഒരു ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്നത് അല്പം മുമ്പ് കിഷോർ കൈപിടിച്ചിട്ട് അവിടെ വെച്ചിട്ട്, അതായത് ബാറിൽ വെച്ച് സംസാരിച്ച കാര്യങ്ങളാണ്. സാറൊന്ന് നിന്നേ. കിഷോർ കൈപിടിച്ചുകൊണ്ട് ഗോവിന്ദിനോട് പറയാണ്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും മാഡം എന്നെ വെറുതെ വിടുന്നില്ല. രണ്ടുപേരും വേറെ വിവാഹം കഴിച്ച് ജീവിക്കുകയല്ലേ. പക്ഷേ മാഡം പഴയതൊന്നും മറന്നിട്ടില്ല. ഗോവിന്ദ് അവിടെ ബോധമില്ലാതെ ഉറക്കത്തിലാണെങ്കിൽ ഗോവിന്ദിൻ്റെ മനസ്സിൽ കിഷോർ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഉറക്കപ്പിച്ച് പോലെ പറയുന്നുണ്ട്, നീ എന്താ വിചാരിച്ചേ? സംശയത്തിൻ്റെ വിഷം കുത്തിവെച്ചാൽ ഞാൻ എൻ്റെ ഡെസ്റ്റിമോനെ കൊല്ലുമെന്നോ? എന്നിട്ട് കിഷോറിൻ്റെ കഴുത്താന്ന് വിചാരിച്ചിട്ട് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഗീതുവിൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് ഞെരിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. ഗീതു ആണെങ്കിൽ വെപ്രാളം കൊണ്ട് വേദന കൊണ്ടൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗോവിന്ദ് ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഗീതുവിനെ കണ്ടിട്ട് സ്റ്റെക്കാവുകയാണ്. നീ എന്താ ഇവിടെ? അപ്പോൾ ഗീതു പെട്ടെന്ന് പറയും, ഫോൺ ബെല്ലടിച്ചതുപോലെ തോന്നി. എൻ്റെ ഫോണോ? അപ്പോഴേക്കും വീണ്ടും ഗോവിന്ദ് ഫോൺ തപ്പുന്നതിനിടയിൽ മനസ്സിലേക്ക് വരുന്ന കിഷോറിൻ്റെ വാക്കുകളാണ്. നിങ്ങൾ തമ്മിൽ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചിട്ടില്ലെന്ന് പോലും മാഡം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊരു പരിഹാസത്തോടെ പറയുന്ന സമയത്ത് ഗോവിന്ദ് പെട്ടെന്ന് ബോധത്തോടെ എഴുന്നേറ്റിട്ട് പറയാണ്, കൊല്ലണം അവനെ. എന്നിട്ട് ബെഡിൽ എഴുന്നേറ്റ് ഇരുന്നിട്ട് പിറുപിറുക്കുകയാണ്, അവനെ തല്ലി തല്ലി കയ്യും കാലും ഒടിക്കണമായിരുന്നു. അപ്പം ഗീതു വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് വന്നിട്ട് ഗോവിന്ദിൻ്റെ അടുത്ത് അവിടെ കുനിഞ്ഞു നിന്നിട്ട് ചോദിക്കുകയാണ്, ആരേ? എന്നാലും ഞാൻ ഒരു നിമിഷം. ഗോവിന്ദിൻ്റെ മറുപടി അങ്ങനെയായിരുന്നു, ഞാൻ അല്ലാതായിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് പൊട്ടി പൊട്ടി കരച്ചിലായി മാറും. കള്ളു കുടിച്ചാൽ അങ്ങനെയാണല്ലോ, കൺട്രോൾ വിടുന്നതിനനുസരിച്ച് പിന്നെ സ്വയം നമ്മളല്ലാതായി മാറുമല്ലോ. അപ്പം പൊട്ടി പൊട്ടി കരയുന്ന കണ്ടപ്പോൾ ഗീതു, അയ്യോ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും പൊട്ടി പൊട്ടി കരയാണ്. അപ്പോൾ ഗീതു ക്ഷമ നശിച്ച് നിൽക്കുകയാണ്. ഗീതു ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ കരയാൻ മാത്രം എന്തെങ്കിലും പേടി സ്വപ്നം കണ്ടാ? അപ്പോഴും കരഞ്ഞുകൊണ്ട് ഗോവിന്ദ് പറയാണ്, അതൊരു സ്വപ്നം മാത്രമായിരുന്നുവെന്ന് ഒരുമാത്ര വെറുതെ നനച്ചുപോയി. അപ്പോഴേക്കും ഗീതു പറയുന്നുണ്ട്, അയ്യോ എൻ്റെ ദൈവമേ. അപ്പോഴേക്കും ഗോവിന്ദ് വേഗം ബെഡിലേക്ക് ചാടി എഴുന്നേക്കുകയാണ്. അയ്യോ എന്താ ഗീതു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് വീണ്ടും പറയാ, ഞാൻ ഒതല്ലയാ.
പ്രിയപ്പെട്ടവളെ സംശയത്തിൻ്റെ പേരിൽ കൊല്ലുന്ന ഒതല്ലോയല്ല, പങ്കാളിയെ വിശ്വസിക്കുന്ന ഒതല്ലോ. അപ്പം ഗീതു അവിടെ മുട്ടൂത്തിരുന്ന് ചോദിക്കുകയാണ്, കണ്ണേട്ടാ അതെ ഇതെല്ലാം വീഡിയോ എടുത്തിട്ടേ AGMൻ്റെ അടുത്ത ബോർഡ് മീറ്റിങ്ങിൽ പ്രദർശിപ്പിച്ച ബെസ്റ്റ് പെർഫോമൻസിനുള്ള അവാർഡ് ചെയർമാന് കിട്ടും. അപ്പോൾ ഗോവിന്ദ് ഒക്കത്തിന് മൂളുകയാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. അപ്പോഴേക്കും ഗീതു ഫോൺ എടുത്തോണ്ട് വന്ന് വീഡിയോ ഓണാക്കിയിട്ട് പറയും, പോരട്ടെ, ബാക്കിയും കൂടെ പോരട്ടെ, പോരട്ടെ. അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് ഗോവിന്ദ് വീണ്ടും പറയാണ്, എനിക്ക് നിന്നെ എൻ്റെ നിഴലിനേക്കാളും വിശ്വാസമാണ്, നിന്നെ ഒരിക്കലും ഞാൻ സംശയിക്കില്ല. അപ്പോൾ ഗീതു പറയും, അടുത്തത് നിന്റെ മനസ്സ് ഒരു ബിജു പോലെയാണ്. അയ്യോ, ഗീതു പറയാണ്, അതെ പിള്ള മനസ്സിൽ കള്ളമില്ല. അപ്പോൾ ഗീതു പറയും, അതെ പിള്ള മനസ്സിൽ കള്ളമില്ല. പെട്ടെന്ന് ഗോവിന്ദ് ദേഷ്യത്തോടെ പറയൂ, നീ പിള്ളയാണോ മേനോനാണോ നായരാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവന് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഗീതു ഇങ്ങനെ ഗോവിന്ദിനെ തന്നെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ആരുടെ കാര്യ? അവൻ ഇയാഗോയുടെ കാര്യം. അപ്പോൾ ഗീതു സംശയത്തോടെ ചോദിക്കും, ഇയാഗോയോ? ഇയാഗോ, ഹൃദയത്തിൽ സംശയത്തിൻ്റെ വിഷം ചീറ്റുന്ന ഇയാഗോ. ഗോവിന്ദ് പറയാണ്. എന്നിട്ട് അവിടെ ചമ്രം പാടി ചെയ്തിട്ട് ചോദിക്കുകയാണ്, ഞാനാരാ? ഞാൻ. അപ്പോൾ ഗോവിന്ദ് പറയും, ഞാൻ ഒതല്ലോ, നീ ഡെസ്റ്റിമോണോ? അപ്പോൾ ഗീതു ചിരിച്ചുകൊണ്ട്, അസർസറായ ഡെസ്റ്റിമോണോ? അങ്ങനെയല്ല. എന്നിട്ട് വീണ്ടും തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുകയാണ്, നീ എവിടെ പോയി? ദേ ഇവിടെ. അതിനുശേഷം ഗീതുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയാണ്, അപ്സരസാണ് എൻ്റെ ഗീതു മോള്. അപ്പോൾ ഗീതു കൈ പിടിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അതെ ഇന്ന് ഏത് ബ്രാൻഡാണ് കഴിച്ചേ? ടോട്ടൽ ഷേക്സ്പിയർ ഡ്രാമ ആണല്ലോ. വന്നു കയറിയപ്പോൾ ജൂലിയറ്റ് സീസർ, ഇപ്പോൾ ഒതല്ലോ. അതെ പാതിരാത്രി കഴിയുമ്പോൾ മറ്റു വല്ലതും ആവോ? അപ്പോഴേക്കും ഗോവിന്ദ് ചാടി എഴുന്നേറ്റിട്ട് പറയും, അതെ അവനെ തല്ലാതെ വിട്ടത് വളരെ മോശമായിപ്പോയി. ഇയാഗോയെ എൻ്റെ ഡെസ്റ്റിമോനെക്കുറിച്ച് അപവാദം പറഞ്ഞവനെ തീർക്കാതെ വന്നത് വളരെ മോശമായിപ്പോയി. അവനെ തീർത്തിട്ടല്ലാതെ എനിക്ക് ഉറക്കമില്ല എന്നും പറഞ്ഞുകൊണ്ട് ബെഡിൽ വീണ് വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുകയാണ്. വീണ്ടും അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ പിറുവിറുക്കുന്നുണ്ട്, എനിക്ക് ഉറക്കമില്ല. അപ്പോഴേക്കും ഗീതു ചിരിച്ചുകൊണ്ട് ക്യാമറ നോക്കുകയാണ്. അതിനുശേഷം വീഡിയോ ഓഫാക്കിയിട്ട് ഗീതു ചിരിച്ചുകൊണ്ട് സ്വയം പറയാണ്, എന്തൊക്കെയായിരുന്നു സീസർ, ഒതല്ലോ, ഇയാഗോ, ഒടുവിൽ ഇതാ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ കിടക്കുന്നത് കണ്ടോ? അപ്പോഴും ഗോവിന്ദ് ഇങ്ങനെ പിറുവിറുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്, കയ്യും ചൂണ്ടിക്കൊണ്ട്. അപ്പോൾ ഗീതുവിനൊരു സംശയം, എന്നാലും ആരായിരിക്കും ഈ ഇയാഗോ? ഗീതു ചെറുതായിട്ട് അത് ആലോചിച്ചൊന്ന് നെർവസ് ആവുന്നുണ്ട്, പുറത്ത് നടക്കുന്ന കളികളൊന്നും അറിയാതെ തന്നെ. അതേസമയം പാതിരാത്രി ആയപ്പോഴാണ് കിഷോർ വന്ന് ബെല്ലടിക്കുന്നത്. അമ്മയും പെങ്ങളും കൂടിയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. അപ്പോൾ കിഷോർ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അകത്തേക്ക് കയറുമ്പോൾ പിന്നാലെ തന്നെ വന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, എടാ ഗർഭിണിയായ നിൻ്റെ ഭാര്യ ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ കിഷോർ പറയുന്നുണ്ട്, എൻ്റെ ജോലി തീരാതെ വരാൻ പറ്റില്ലല്ലോ, ഈയിടെയായിട്ട് ഏട്ടൻ ഇത്തിരി ജോലി തിരക്ക് കൂടുതലാണ്. അപ്പോൾ അമ്മയും പറയുന്നുണ്ട്, നേരത്തെ വരാൻ പറഞ്ഞത് മുതൽ രാത്രി വളരെ പരമാവധി വൈകിയാണ് നിൻ്റെ വരവ്. കിഷോർ ഒന്നും പറയാതെ തലതാഴ്ത്തുകയാണ്. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട്, ഈ സമയത്തല്ലേടാ അവൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത്? ഞാൻ എന്ത് പരിഗണനയാണ് അവൾക്ക് കൊടുക്കാത്തത്? പരമാവധി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടില്ലേ? അവൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ വാങ്ങി വെച്ചിട്ടില്ലേ? അപ്പോൾ പെങ്ങൾ ചോദിക്കുന്നുണ്ട്, ഏട്ടൻ്റെ സാമീപ്യം വേണ്ടെടുത്ത് കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പോൾ കിഷോർ ദേഷ്യത്തോടെ പറയാം, ഇപ്പം നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായല്ലേ, എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്കറിയേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് കയ്യിരിക്കുന്ന ലാപ്ടോപ്പ് അവിടെ വെച്ചിട്ട് സോഫയിൽ ഇരിക്കുകയാണ്. അതിനുശേഷം പെങ്ങളോട് ചോദിക്കുന്നുണ്ട്, അവർണിക ഉറങ്ങിയോ? ഏട്ടനെ കാത്തിരുന്ന് മടുത്തിട്ട് കുറച്ച് സമയമായി കിടക്കാൻ പോയിട്ട്. അന്നേരം അമ്മ പറയുന്നുണ്ട്, നീ കൈ കഴുകിയിട്ട് വാ, കഴിക്കാനെടുക്കാം. ഞാൻ കഴിച്ചതാ. അല്ല അവർണിക ഫുഡ് കഴിച്ചിട്ടാണോ ഉറങ്ങാൻ കിടന്നത്? അപ്പം അമ്മ പറയുന്നുണ്ട്, പാതിരാത്രി കയറി വന്നിട്ട് ഭാര്യ ഫുഡ് കഴിച്ചോ എന്ന് അന്വേഷിക്കുന്ന ഒരു ഭർത്താവ്. അപ്പോൾ കിഷോറും ദേഷ്യത്തോടെ പറയും, എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ അറിയൂ, നീ എങ്ങനെ പെരുമാറിയാലും എനിക്ക് കുഴപ്പമില്ല, ആ കൊച്ചിനെ സങ്കടപ്പെടുത്തരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയി കിടന്നേ. അപ്പോഴേക്കും അവർ രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ കിഷോർ മേലോട്ടേക്ക് നോക്കും, അതായത് അവൻ്റെ റൂം അവിടെയാണല്ലോ. എന്നിട്ട് ബാഗിൽ നിന്നും ഒരു പെർഫ്യൂം എടുത്തിട്ട് ദേഹത്തേക്ക് അടിക്കുകയാണ്. എന്നിട്ട് സ്വയം വിചാരിക്കുന്നുണ്ട്, അവർണികെ ഈ രാത്രി നീ ഉറങ്ങില്ലെന്ന് എനിക്കറിയാം, അത് ഗീതു യൂസ് ചെയ്യാറുള്ള സ്പെഷ്യൽ ഇമ്പോർട്ടഡ് സ്പ്രേ ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കൗശലത്തോടു കൂടി വിസിലൊക്കെ അടിച്ചുകൊണ്ടാണ് മുറിയിലേക്ക് ചെല്ലുന്നത് കിഷോർ. മുറിയിലേക്ക് വന്നു കയറി വാതിൽ തുറന്നപ്പോൾ തന്നെ കിഷോറിന് മനസ്സിലായി അവർണിക ഉറങ്ങിയിട്ടില്ല. പക്ഷെ അവർണിക ഉറങ്ങുന്നത് പോലെ നടിച്ച് കിടക്കുകയാണ്. കിഷോർ പരിഹാസത്തോടെയോ അല്ലെങ്കിൽ കൗശലത്തോടെയോ ചിരിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറി വരുന്നത് തന്നെ. എന്നിട്ട് മുറിയിലെത്തിയതിന് ശേഷം അവർണിക ഉറങ്ങുന്നതായിട്ട് കിഷോർ മനസ്സിലാക്കി എന്ന രീതിയിൽ ദേഹത്തുള്ള സ്പ്രേയുടെ സ്മെല്ലിങ്ങനെ അത് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
എന്നൊരർത്ഥത്തിൽ, അതായത് ഗീതു തൻ്റെ അരികിലുണ്ട് എന്നൊക്കെയുള്ള തോന്നുന്ന രീതിയിൽ. അപ്പോൾ തന്നെ കിഷോർ റൂമിൽ വന്നപ്പോൾ തന്നെ അവർണിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് ഗീതുവിൻ്റെ സ്പ്രേയുടെ സ്മെല്ലാണെന്ന്. പ്രത്യേകിച്ച് അന്ന് ഗീതുവിൻ്റെ ക്യാബിനിൽ വെച്ചിട്ട് ചോദിച്ചതാണ്, ഈ മുറിയിൽ വന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗീതു പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്, എൻ്റെ ബോഡിയിൽ അടിക്കുന്ന സ്പ്രേയുടെ സ്മെല്ലാണ്. അവർണിക്ക് എന്നെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഈ സ്മെല്ല് തനിക്കും വരുന്നൊക്കെ അന്ന് ഗീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്കുകളൊക്കെ അവർണികയുടെ മനസ്സിൽ കൂടെ ഓർമ്മ വരികയാണ്. കാരണം അവർണികയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗീതു ആണ് കിഷോറിൻ്റെ ലവറായിട്ട്, അല്ലെങ്കിൽ കിഷോറിനെ അവളിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അപ്പോൾ അവർണിക ഉറങ്ങിക്കിടക്കുന്നത് പോലെ തന്നെ അഭിനയിച്ചുകൊണ്ട് കിഷോർ ആ ചെയ്യുന്നത്. കിഷോറിനും അറിയാം അവർണിക ഉറങ്ങിയിട്ടില്ലാന്ന്, അവർണികയ്ക്കും അറിയാം കിഷോർ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ നിന്നിട്ടെന്ന്. അതിനുശേഷം അവർണിക അത് മനസ്സിലാക്കി എന്ന് മനസ്സിലായപ്പോൾ കിഷോർ മെല്ലെ പമ്മി ബാത്റൂമിലേക്ക് പോവുകയാണ്. ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന കിഷോറിൻ്റെ നേരേക്ക് അവിടെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ട് അവർണിക സ്വയം വയറിൻ്റെ മുകളിലൊന്ന് കൈവച്ചിട്ട് കരയാൻ, അതായത് നമ്മുടെ ഉള്ളിലൊരു സങ്കടം വന്നാലുള്ള കരച്ചിലില്ലേ, ആ ഒരു കരച്ചിലാണുള്ളത്. കാരണം എൻ്റെ കുഞ്ഞിന് ഇതാണോ അവസ്ഥ എന്നൊക്കെ ഉള്ളൊരു തോന്നല്. കാരണം കിഷോർ ഈ ചെയ്യുന്ന ചതിയൊക്കെ അവർണേക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിൽ. അതേസമയം ഗോവിന്ദിനെ തിരിച്ചെങ്ങനെയോ കഷ്ടപ്പെട്ട് മുകളിലേക്ക് വലിച്ച് കിടക്കുന്ന പൊസിഷനിലാക്കി കിടത്തുകയാണ് ഗീതു. കാരണം മൊത്തം വെയിറ്റും ബോധമില്ലാതെ കിടക്കുകയാണല്ലോ, അതുകൊണ്ട് മൊത്തം വെയിറ്റും ഗീതു തന്നെ സഹിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടൊന്ന് ഗോവിന്ദിനെ ലെവലിൽ കിടത്തി. അതിനുശേഷം ഗോവിന്ദിൻ്റെ ഫോൺ എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റിയിട്ട് രഞ്ജുവിൻ്റെ ബയോഡാറ്റ പൊക്കാനുള്ള ശ്രമത്തിലാണ്. കഷ്ടപ്പെട്ട് എങ്ങനെയോ ഫോൺ കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ഫോൺ എടുക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ആദ്യം ഗീതുവിൻ്റെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് ഗോവിന്ദ് ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ഗോവിന്ദിൻ്റെ ഫോൺ ബെല്ലടിയുന്ന ശബ്ദം കേട്ടപ്പം പെട്ടെന്ന് കൈയെടുത്തിട്ട് ഫോൺ എടുത്തിട്ട് ചെവിയിൽ വെച്ച് സംസാരിക്കും പോലെ ഹലോ ഐ ആം ഗോവിന്ദ് സ്പീക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആശാന്. അപ്പോൾ ഗീതു മെല്ലെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ആ കോൾ കട്ടാക്കും. അതിനുശേഷം പാസ്വേഡ് അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്തായാലും എൻ്റെ പേരായിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് രാധികാമ്മയുടെ പേരും പ്രിയയുടെ പേരും ഒക്കെ അടിച്ചു നോക്കും. പക്ഷെ ഒന്നും സക്സസ് ആവുന്നില്ല. അവസാനം ഗോവിന്ദിൻ്റെ ഫേസിന് നേരെ ആക്കിയ സമയത്ത് ഗോവിന്ദ് ഉറക്കം ഞെട്ടിയിട്ട് പെട്ടെന്ന് ഫോണിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഗോവിന്ദ് ബോധമില്ലാതെ ഉറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ആ സമയം കൊണ്ട് ഫേസ് ലോക്ക് മാറി കിട്ടുകയാണ് ഗീതുവിന്. അപ്പോൾ ഗീതു വേഗം ഫോൺ എടുത്തിട്ട് അതിൽ നിന്നും വേണ്ടുന്ന ആവശ്യങ്ങളിലെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. രഞ്ജു ചായയും കൊണ്ട് മുറിയിലേക്ക് വരുന്ന സമയത്ത് ഗോവിന്ദ് ബോധമില്ലാതെ ഉറങ്ങുകയാണ്. പക്ഷെ അപ്പോഴേക്കും വേഷമൊക്കെ മാറ്റി സാധാരണ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഉറങ്ങുന്നുണ്ടായിരുന്നത്. ഏയ് മാൻ വേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഗോവിന്ദ് ഇങ്ങനെ ഒരു നിവർന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് രഞ്ജു ചായയും ഗ്ലാസും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജു ചിരിച്ചുകൊണ്ട് പറയാണ്, ഇന്നലെ ഏട്ടൻ നല്ല ഫോമിലായിരുന്നു. എന്നിട്ട് ഇന്നലെ ജൂലിയസ് സീസറിൽ പറഞ്ഞ ഡയലോഗുകളൊക്കെ ഗോവിന്ദിനെ തിരിച്ച് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ഏയ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അല്ലാതെ പിന്നെ എനിക്ക് എങ്ങനെ ഇതൊക്കെ കിട്ടുക എന്നൊക്കെ രഞ്ജു തിരിച്ചു ചോദിക്കുന്നുണ്ട്. പോയിട്ട് ബ്രഷൊക്കെ ചെയ്ത് വാ, മുഖമൊക്കെ കഴുകുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട്, ആകെ കൂടെ ഓർമ്മ ഒരു രാത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ട് ഈ ഡ്രസ്സൊക്കെ മാറിയതായിട്ട് ഓർമ്മ വരുന്നുണ്ട്, ബാക്കിയൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുഖം കഴുകാൻ വേണ്ടി പോവാണ്. അപ്പം മുഖം വാഷ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരികയാണ് ഇന്നലെ കിഷോർ പറഞ്ഞ വാക്കുകളൊക്കെ. അതായത് രഞ്ജു വെറുതെ വിടുന്നില്ല, നിങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവായിട്ടല്ല ജീവിക്കുന്നതെന്നൊക്കെയുള്ള ആ വാക്കുകളൊക്കെ ഓർമ്മ വരുന്ന സമയത്ത് പെട്ടെന്ന് മുഖം വലിഞ്ഞു മുറുകയാണ്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, മതി ഭംഗി ആസ്വദിച്ചത്, ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പം ഗീതു എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ഗീതു അറിയില്ല, രാവിലെ തന്നെ എവിടെയോ പോയി എന്ന് പറയും. അപ്പം പെട്ടെന്ന് തന്നെ ഗോവിന്ദ് ഫോൺ എടുത്തിട്ട് വിളിക്കുന്ന സമയത്ത് ഗീതു എടുക്കുന്നില്ല. അപ്പം എന്നോട് കാഞ്ചനയൊക്കെ പറഞ്ഞതാണ് പോയി എന്നുള്ളത് രഞ്ജു പറയുന്നുണ്ട്. അപ്പോൾ വേഗം പുറത്തിറങ്ങിയപ്പോൾ കാഞ്ചന അവിടെ നിന്ന് തുടക്കുകയാണ്, നിലം തുടക്കുന്നുണ്ട്. അപ്പോൾ കാഞ്ചനയോട് ചോദിക്കുകയാണ്, എന്താ സംഭവിച്ചത്, ഗീതു എവിടെയാണ് പോയെന്ന് ചോദിച്ച സമയത്ത് എവിടെയാണെന്നും അറിയില്ല, ഗോവിന്ദ് മാമക്ക് ചായ കൊടുക്കണേ ചോദിച്ച സമയത്ത് ചായയും ചാരായൊക്കെ ആ കുഞ്ചു കൊടുത്തോളെന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. വണ്ടി പിന്നെ ഫോൺ എന്താ വിളിച്ചിട്ട് എടുക്കാത്ത ചോദിക്കുന്ന സമയത്ത് സ്കൂട്ടറിലല്ലേ പോയത്, അപ്പോൾ എങ്ങനെ ഫോൺ എടുക്കാൻ പറ്റുക, വണ്ടി ഓടിക്കായിരിക്കും എന്നൊക്കെ. സ്കൂട്ടറിലാണോ അവൾ പോയത്, അവളോട് സ്കൂട്ടറിൽ പോകരുതെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ വെപ്രാളത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, ഏട്ടനതിന് ഇങ്ങനെ വറീഡാവുന്നത്, അവളെന്താ ഇള്ള കുട്ടി മറ്റാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് താഴെ രാധികയും കേൾക്കുന്നുണ്ട് ഗോവിന്ദ് ഇങ്ങനെ എന്താ പറയുക ടെൻഷൻ അടിച്ചിട്ട് ഓരോന്ന് പെരുമാറുന്നത്. അപ്പോൾ രഞ്ജുവിനോട് ഗോവിന്ദ് പറയുന്നുണ്ട്, ഗീതുവിന് ഒരുപാട് ശത്രുക്കളുള്ളതാ, അതുകൊണ്ടാണ് അവളോട് ഞാൻ വണ്ടിയിൽ സ്കൂട്ടർ എടുത്തിട്ട് പോകരുതെന്ന് പറഞ്ഞത്, പിന്നെ നീ അനാവശ്യമായ കാര്യങ്ങൾ നീ ഇടപെടരുതെന്ന് രഞ്ജുവിനെ വാൺ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അജാസിനെ വിളിക്കുകയാണ്. എന്നിട്ട് അജാസിനോട് പറയുന്നുണ്ട്, അജാസ് ഗീതു ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് നീ അവളെ ചേസ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് രാധികയും കേൾക്കുന്നുണ്ട്. കാരണം രാധികയെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഗീതു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ വിവരം. അതേസമയം കാഞ്ചന രഞ്ജുവിനോട് പറയാണ്, രഞ്ജു പപ്പാ നിങ്ങൾ ചോദിച്ച ചോദ്യം കറക്റ്റാണ്, ഗോവിന്ദ മാമക്ക് ഗീതു പപ്പ സെല്ല പുള്ള മാതിരി, പക്ഷേ നിങ്ങൾ രണ്ടുപേരും സെയിമാണ്. ആനാ നീങ്ക അപ്പടിയല്ലേ, എന്നാ കളറ്, എന്നാ ഹൈറ്റ്, എന്നാ വെയിറ്റ്, സൂപ്പർ ജോഡിയായിരിക്കും. അപ്പം രഞ്ജു അത് ആസ്വദിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പടിയാ, ആമാ മെയ്ഡ് ഫോർ ഈച്ച് അതർ. അപ്പം അത് കേട്ടിട്ട് രഞ്ജു ആസ്വദിച്ച് ചിരിക്കുകയാണ്. എന്നിട്ടിങ്ങനെ സ്വയം ഇവർ ഞാനും ആങ്ങളെയും പെങ്ങളും ആണല്ലോ എന്ന് അറിയാതാണല്ലോ ഇവർ സംസാരിക്കുന്നതിനുള്ള അർത്ഥത്തിൽ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ഗോവിന്ദിന് നേരെ തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.
എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഗീതു നേരെ ചെമ്പകശ്ശേരി വിജയലക്ഷ്മി അമ്മയെ കാണാനായിരിക്കും പോയിട്ടുണ്ടാവുക. കാരണം ആ ബയോഡാറ്റയിൽ നിന്നും രഞ്ജുവിൻ്റെ അമ്മ അവരാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും.